മക്കളെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൂൾസ് ഓഫ് സയൻസ് എന്നുള്ളത്. അത് ഈ 8ാം ക്ലാസ്സിലോ ഈ ഒരു ചാപ്റ്ററിലോ ഒതുങ്ങിക്കുന്നതല്ല കേട്ടോ. നമ്മൾ ഇനി PG എത്തിക്കോട്ടെ, ഡിഗ്രി എത്തിക്കോട്ടെ, എവിടെയൊക്കെ മാത്സ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തറിയണം, ഈ റൂൾസ് ഓഫ് സയൻസ് അറിയൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മാത്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ 7ന്റെ കേസ് എടുക്കുകയാണ്, 7ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ +7 ഉണ്ടാവും, -7 ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ 6 ആണെങ്കിൽ +6 ഉണ്ടാവും, -6 ഉണ്ടാവും അല്ലേ. അങ്ങനെ വരും. ദെൻ നമ്മൾ എന്താണ് ഈ +7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യൊന്നുമില്ല. +7 നമ്മൾ 7 മാത്രമേ എഴുതാറുള്ളൂ. -7 -7 തന്നെ നമ്മൾ എടുത്തെഴുതും, പക്ഷെ +7 7 മാത്രമേ എഴുതാറുള്ളൂ. ദെൻ +6 +6 ആണെങ്കിൽ 6 എന്ന് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. 6 എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. മൈനസ് അപ്പുറത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നെഗറ്റീവ് നമ്പർ ആവുള്ളൂ. നമുക്ക് ഒരു സൈനും ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ അതെന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും കൂടി വരുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആഡ് ചെയ്യാന്ന് നോക്കാം അല്ലേ. ഇവിടെ നോക്കിയേ, നമ്മളുടെ 2 പോസിറ്റീവ് നമ്പറാണ്, +7ഉം +6ഉം ഉണ്ട് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു ഈ +7നെയും +6നെയും ഈ പ്ലസ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല. +7 എങ്ങനെയാണ്, +7 7 മാത്രമേ എഴുതുള്ളൂ അല്ലേ. +7 7 എഴുതൂ അല്ലേ. ദെൻ +6 നമ്മൾ എങ്ങനെ എഴുതൂടാ, +6 6 എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ +6. ഓക്കെ, 7 + 6 എത്ര, നമുക്ക് അറിയുന്ന കണക്ക് തന്നെയാണ് അല്ലേ, 13 ആണ്. ദെൻ അടുത്ത നോക്കിയേ, അടുത്ത എന്താണ്, -7 + -6, -7 + -6, അതായത് എന്താണ്, 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാണ്. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാലെടാ, 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അതായത് 7 + 6 എത്രയാണ്, 13 ആണ് അല്ലേ. 13ലേക്ക് ഒരു നെഗറ്റീവ് മൈനസ് ഇട്ട് കൊടുത്താൽ മതി, അതായത് -13 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത നോക്കിയേ, +7 + -6, അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 7 + 7 7 എഴുതിയാൽ മതി. 7 + -6 അല്ലേ, 7 + -6. അങ്ങനെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കും. അതായത് ഇവിടെ വലുത് ഏതാണ്, 7 ആണ് അല്ലേ, ചെറുത് ഏതാണ്, 6 ആണ്. 7ന്ന് 6 കുറച്ചാൽ എത്രയാടാ, 1 ആണ്. വലുതിൻ്റെ സൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. വലുതിന് ഏതാ സൈൻ ഉള്ളത്, പ്ലസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്, +1 അഥവാ 1 ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ, അടുത്തും എന്താണ്, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോഴും എന്താ ചെയ്യുക, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കും അല്ലേ. ഇതെന്താണ്, -7 + 6 ആണ്. അപ്പം എന്താണ്, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. വലുത് ഏതാണ്, 7 ആണ്. 7ന്ന് 6 കുറച്ചാൽ 1 ആണ്. വലുതിൻ്റെ സൈൻ ഏതാടാ, 7ന്റെ സൈന് മൈനസ് ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. ദെൻ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ നോക്കാം അല്ലേ. സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ, +7 - +6, അതെന്താണ്, 7 - 6 എന്നാണ് അല്ലേ. പ്ലസും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 7 - 6 നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. 7 - 6 എന്താടാ, 1 ആണ് അല്ലേ, 1 ആണ്. ദെൻ അടുത്ത് നോക്കിയേ, -7 - -6, നോക്കിയേ, -7 -6 ആണ് അല്ലേ. ഇവിടെ നോക്ക്, 2 മൈനസ് അടുത്ത് വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 2 മൈനസ് അടുത്ത് വന്നാൽ എന്തായാലും അതെന്തായി മാറും, പ്ലസ് ആയി മാറും. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ്, 2 മൈനസ് അടുത്ത് വരികയാണെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും. 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇതെങ്ങനെയാ മാറുക, 2 മൈനസ് അടുത്ത് വന്നപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. അതായത് -7 + 6 എന്നായിട്ട് മാറും. ഓക്കെ, -7 + 6. -7 + 6 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആണ് അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യുക, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അതായത് വലുത് ഏതാണ്, 7 - 6. 7 - 6 എന്ന് പറഞ്ഞാൽ 1. വലുതിന്ന് ചെറുത് കുറച്ചു. ദെൻ വലുതിൻ്റെ സൈൻ ഏതാണ്, 7ന്റെ സൈന് മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതായത് -1 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത് നോക്ക്, +7 - -6, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 7
മൈനസ് മൈനസ് സിക്സ്. അപ്പോൾ നോക്ക് 7 മൈനസ് മൈനസ് സിക്സ് എന്നാലേ. 7 മൈനസ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മൈനസ് അടുത്ത് വന്നു. 2 മൈനസ് അടുത്ത് വന്നാൽ എന്താടാ? 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇതെങ്ങനെ മാറും? 7 പ്ലസ് 6 എന്ന് ആയിട്ട് മാറും. അതായത് 13 ആയിരിക്കും ആൻസർ. ഓക്കെ, 7 പ്ലസ് 6 എന്നായിട്ട് മാറും. then 13 ആയിരിക്കും ആൻസർ. ദെൻ നോക്ക് -7 -6. ഓക്കെ, -7 മൈനസ് പ്ലസ് 6, അതായത് -7 -6. നോക്ക്, പ്ലസ് എന്നുള്ള സൈൻ ഇടേണ്ട ആവശ്യമില്ലല്ലേ, ഈ ഒരു പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ -7 -6 എന്നാണ് ഇത് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിയേ, രണ്ടും നെഗറ്റീവാണ് അല്ലേ, മൈനസ് മൈനസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അതായത് -13 ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. -7 -6 എന്ന് പറയുമ്പം എന്താണ്? -13 ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക. ദെൻ അടുത്ത നമുക്ക് എന്താ നോക്കേണ്ടത്? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കേ, 7 + 7 × +6 രണ്ട് പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ എന്താണ്? 7 × 6 എന്ന് തന്നെ എഴുതാം. 7 × 6 അതായത് 42 ആയിരിക്കും നമ്മുടെ ആൻസർ. ദെൻ നോക്കിയേ, -7 × -6. അങ്ങനെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും വരിക. അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. എന്താ ചെയ്യുക? 7-ഉം 6-നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 6 എന്ന് പറയുമ്പോൾ 42 ആണ്. ദെൻ 42 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് പോസിറ്റീവായിട്ട് മാറും. ദെൻ എന്താണ്? ഇതൊരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ആണല്ലേ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ എന്താവുക ചെയ്യുക? അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇതെന്തായിരിക്കും? -42 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോക്കിയേ, -7 × +6 അതും എന്താണ്? ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറിൻ്റെയും മൾട്ടിപ്ലൈ ആണ്. അതും എന്താവും? -42 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ എങ്ങനെയാണ്? മൾട്ടിപ്ലിക്കേഷൻ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ നോക്ക്, സൈൻ റൂൾ ഫോർ ഡിവിഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഡിവിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക്, ഇവിടെ എന്താണ്? +8 / +4 അതായത് 8 / 4 അല്ലേ. അത് എത്രയാണ്? 2 ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ദെൻ -8 / -4 അതെന്താണ്? -8 / -4. അങ്ങനെ ആകുമ്പോഴാ ഈ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് നമ്മളുടെ ഡിവിഷനും. രണ്ട് നെഗറ്റീവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആവും. ഇതിൻ്റെ ആൻസർ 2 ആയിരിക്കും. ഈ രണ്ട് നെഗറ്റീവും കട്ടായി പോവും. ദെൻ ഇത് നോക്കിക്കേ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ എന്താണ്? അതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെയും -8 +4 ആണ്. അതും എന്താണ്? -2 ആയിരിക്കും. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരുപോലെയാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഡിവിഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവിനെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താടാ കിട്ടുക? നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. ദെൻ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ നമുക്ക് എന്താടാ കിട്ടുക? നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണ് നമ്മളുടെ മാത്സിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെയും പോസിറ്റീവ് നമ്പേഴ്സിനെയും കൂടിയിട്ട് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, ഡിവൈഡ് ചെയ്യും, ദെൻ മൾട്ടിപ്ലൈ ചെയ്യും ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബൈ.